ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ന് പൂതൽ വരണ ദിവസല്ലേ? പട്ടണത്തിൽ വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ? പൂതൽ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി നരാജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൽ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ നിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയതായ അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. പിന്നെന്താ, കേട്ടോളൂ. ആദ്യത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിപ്പോഴും ഉണ്ണിക്കരയിലെ കിങ്ങിനെ കൊണ്ടുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുത്ത കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു. അങ്ങേരി കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് പാട്ടുകൾ പാടിയിട്ട് മാന തമ്പി മാമനെ കാട്ടിയിട്ട് മാവ് കൊടുക്കുന്നു. അങ്ങേരി താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാലും തേനടിച്ചാലും തങ്കക്കുടത്തിനെ താലോല പാടിച്ചു തങ്ക കട്ടി കട്ടു പിരിച്ചിട്ട് അവരെ കൂട്ടുക കട്ടി ഉണക്കിയിട്ട് ചാജുമയക്കുന്നു. നങ്ങേരി കഴിഞ്ഞു, കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ പുള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊഴുക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഉണ്ണി പോയതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്നെ കുട്ടിയായിട്ട് വളർത്തിയാലോ. അതെന്ത് ചെയ്യുന്നോ? അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, കാട്ടിലെറിഞ്ഞടയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമല ചോട്ടിലെ തൊളിനെയും പെൺകുടിയേ ഒന്നണയും പൊൻകരേ മണ്ടോടിൻ വടിവിലെ നീലക്കല്ലോലകളിൽ മാന്തളിരി തൂവല്ലി ചെറുമുല്ല പൂവുടയ പൂന്തണലി ചെറുകാട്ട തിരിടയിലും നെഴുകാറോ
പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിനാ ഞാൻ കളറു കാട്ടിലിനാ ഞാൻ കളറു. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങനെ പറഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉണ്ണിയെ കാണാതെ സങ്കടത്തിലുണ്ടാവും. സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയനങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല. എവിടെ പോയി മങ്ങേരി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവരെ വിളിച്ചു നടന്നാളമ്മ. നീട്ടി കളിക്കും പരനീരല്ല നീലവേച്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വരഞ്ഞാളമ്മ. പൂമരച്ചോട്ടി ഇരുന്നു ഭൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ. പൂമാല പൂർത്തി രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ പൂരിത ദുഃഖമേ ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു? കുഞ്ഞിനെ പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നില്ല. പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നു നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലെത്തിച്ചു തൊടുകുലച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോണ അതിനെ തരികേ ഭൂതമേ നീ. അമ്മയ്ക്കിപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിധി എടുത്തു. തെച്ചിത്തോരു പറിച്ചു ഭൂതം ചേരുടു മന്ത്രം ജനിച്ചു ഭൂതം മറ്റൊന്നിയെ ജന്മിച്ചു ഭൂതം മാർബോടടുക്കേ നോടി ഭൂതം അമ്മയെടുത്തി തുമ്മ കൊടുത്തി തഞ്ചിതബോധം മൂർധാവിങ്കൽ തടലി പുല്ലിയവാറെ വേലി തൊന്നെൻ
നിന്നുടെ കണ്ണുകൾ മുൻപടിക്കാൻ നിന്നുടെ കുഞ്ഞിരു തന്നെ നോക്കൂ തൊടുവിടച്ചേ നിന്നോക്കൂ ഒട്ടുമടങ്ങിയടങ്ങി ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി തെങ്ങരെ കണ്ടമുഴങ്ങി പൂത്തും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നുകൾ തീർക്കും കാലം വന്നു മലർന്നമാർന്നുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളവേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമഹങ്ങിന് അന്നേ എന്തു പറഞ്ഞു മറഞ്ഞിട്ടാട്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോ അങ്ങനെ എല്ലാവരും ഉണ്ണി അന്വേഷിച്ച് വരണതാ ഭൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവാകുലം അല്ലേ? മനുഷ്യനായാലും ഭൂതമായാലും അമ്മയുടെ മനസ്സ് ഒന്നാണ്. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. Yeah.